Yes, welcome everyone to another session of Sahakari PSC. എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഭരത്. നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കഷനാണ്. പ്രധാനപ്പെട്ട ഇൻ ദ സെൻസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കൂട്ടത്തിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, കേരള എക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേകം കൃത്യമായിട്ട് തരംതിരിച്ച് തന്നിരിക്കുന്ന മൊഡ്യൂളുകളൊക്കെ ഉണ്ട് നമ്മുടെ സിലബസിനകത്ത് പേപ്പർ 2 വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പേപ്പറിലെ കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജോഗ്രഫി പരിശോധിക്കുമ്പോൾ പോലും, കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളെ പരിശോധിക്കുമ്പോൾ പോലും ഒക്കെ തന്നെയും നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു രണ്ടിലും ഓവർലാപ്പിങ്ങോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് എനർജി സെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നിരുന്നാലും ഒരുപാട് ഭാരിച്ച രീതിയിലുള്ള കോമ്പോണൻറ്റുകളൊന്നും ഇതിനകത്തൊന്നും പഠിക്കാനില്ല. മിക്കവാറും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഫാക്ച്വലായിട്ട് ഓർത്ത് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. കൂടുതലും ഓർമ്മശക്തിനെ തന്നെയാണ് ഈ ഒരു എനർജി സെക്ടർ ഓഫ് കേരള എന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. എനിഹൗ, നിങ്ങൾ ഈ എനർജി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യത്തെപ്പറ്റി ഇനി വേറെ വലിയ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ പുതുതായി ഒരു വീഡിയോ കണ്ട് പഠിക്കാനോ പുതിയൊരു നോട്ട് എടുത്ത് പഠിക്കാനോ ഒന്നും നിൽക്കേണ്ട. ഈ ഒരു വീഡിയോ കണ്ടാൽ ആവശ്യമുള്ള കണ്ടൻറ്റുകളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടൻറ്റിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നമ്മളൊരു PYQ ഡിസ്കഷനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, MCQ ഡിസ്കഷനും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഇത് രണ്ടും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ എനർജി സെക്ടറിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒട്ടുമുക്കാൽ ഏരിയാസും കവറായി നിങ്ങൾക്ക് എക്സാം റെഡിയായി ഹാളിലേക്ക് പോയി പരീക്ഷ എഴുതാം. ഇതിൽ നിന്നൊരു ചോദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും വളരെ കൂടുതലായിരിക്കും. സോ മറ്റു ഡിലേ ഒന്നും ഇല്ലാണ്ട് നേരെ ക്ലാസ്സിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ കേരളാസ് ഇക്കണോമിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ എനർജി സെക്ടർ, അത് ഹോളിസ്റ്റിക് ആയിട്ട് നമ്മളൊന്ന് പരിഗണിച്ചാൽ മതിയാവും. ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ഓഫ് എനർജി സെക്ടറിൽ നിന്നതുപരി അത് നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസും ഡിമാൻഡും കൺസപ്ഷനും ഒക്കെ അത്തരം ഏരിയാസൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു ചരിത്രം ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടതൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ നല്ലതായിരിക്കും. എനർജിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കാൻ പോകുമ്പോൾ ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക് റെട്രോസ്പെക്റ്റും ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞു പോകുന്നൊന്നുമില്ല. എന്നിരുന്നാലും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് നമുക്കൊന്ന് പറയാൻ സാധിക്കാൻ തക്കവണ്ണമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പൊതുവിൽ കേരളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജ മേഖല എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഹൈഡ്രോ പവർ സെക്ടറാണ്. ആക്ച്വലി ഹൈഡ്രോ പവർ സെക്ടർ അല്ലെങ്കിൽ ഹൈഡൽ സെക്ടർ എന്നൊക്കെ പറയാവുന്ന ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് രൂപീകൃതമാകുന്ന ഊർജ്ജം ഉപയോഗിച്ചുമാണ് കേരളത്തിൻ്റെ ഒട്ടനവധി ഡിമാൻഡ്സും അല്ലെങ്കിൽ ഏറിയ പങ്കും നമ്മൾ മീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ കേരളം ഇന്ന് കാണുന്ന പോലെ ഹൈഡ്രോ പവർ ജനറേഷൻ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ തുടക്കം ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ തെർമൽ പവർ സ്റ്റേഷനുകളിൽ നിന്നായിരുന്നു. ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന മേഖല തെർമൽ പവർ പ്രൊജക്റ്റുകളിൽ നിന്നാണ്. അതേ തെർമൽ പവർ പ്രൊജക്റ്റുകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഊർജ്ജ മേഖലയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് 1927 1927 എന്ന് പറയുമ്പോൾ കേരളം എന്ന സംസ്ഥാന രൂപീകരണം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളുടെയും പ്രാധാന്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ സമയത്ത് 1927 ഒരു തെർമൽ പവർ സ്റ്റേഷൻ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അണ്ടറിൽ ഒരു കൊമേഴ്ഷ്യൽ സപ്ലൈക്ക് വേണ്ടി തന്നെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലൈൻ എന്ന രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂർ മേഖലയിൽ ആവിഷ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ ലൈൻ എന്ന രീതിയിൽ ആരംഭിക്കുന്ന ഊർജ്ജ മേഖല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അതൊരു തെർമൽ പവർ പ്രൊജക്റ്റ് ആണ് എന്നും അത് ആരംഭിക്കുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണെന്നും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം തമ്പാനൂരാണ് എന്ന് മനസ്സിലാക്കാം. ശ്രീ CP രാമസ്വാമി അയ്യർ ശ്രീ ചിത്തിര തിരുനാളിനു വേണ്ടി ഡെസിഷൻസ് എക്സിക്യൂട്ട് ചെയ്തിരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ടു ബി വെരി പ്രിസൈസ് ദിവാനായ ശ്രീ CP രാമസ്വാമി അയ്യർക്ക് തന്നെയാണ് കൂടുതലും തീരുമാനങ്ങൾ എടുത്ത് പോയിട്ടുണ്ടാവുക. തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. മഹാരാജാവ് അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു റോളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും ഇൻ റിയാലിറ്റി. ബട്ട് എനി ഹൗ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ വിഷനും അതുപോലെ തന്നെ ശ്രീ CP രാമസ്വാമി അയ്യരുടെയും
വിഷനും മിഷനും ഒക്കെ കൂടി ചേരുമ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് തിരുവിതാംകൂറിൽ പോസിബിളായ ചരിത്രം നമുക്ക് പല സാഹചര്യങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമൊന്നുമല്ല. 27 തിരുവനന്തപുരത്ത് തമ്പാനൂർ ഇത്തരത്തിലൊരു പവർ പ്രൊജക്റ്റിൻ്റെ ആരംഭം തുടങ്ങി വെച്ചുവെങ്കിലും പിന്നീട് അടുത്തൊരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ തിരുവിതാംകൂറിൽ കണ്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല 1932 എന്നാണ്. ഇൻ 1932 1932 ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊമേഴ്ഷ്യൽ ലൈൻസിന് വേണ്ടി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സപ്ലൈക്ക് വേണ്ടി 27 ഒരു തെർമൽ പവർ പ്രോജക്റ്റ് ആരംഭിക്കുന്നുവെങ്കിലും അത് മോണിറ്റർ ചെയ്യുകയോ അതിൻ്റെ ആക്ഷൻസ് ക്രോഡീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി, ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് മനസ്സിലാക്കി, ഫ്യൂച്ചർ എക്സ്പാൻഷൻ പോസിബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് 1932 ഈ ഊർജ്ജ മേഖലയെ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഊർജ്ജ മേഖലയെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട് ഇൻ 1932. അപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമായൊരു ഊർജ്ജ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് തിരുവിതാംകൂറാണ് എന്നും ശ്രീ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ ശ്രീ ചിത്ര തിരുനാളിൻ്റെ അനുമതിയോടുകൂടിയാണ് 1932 എന്നുള്ള തിരിച്ചറിവെക്കുക. എന്നാണ് 1932. അങ്ങനെ കേരളത്തിലെ ആദ്യ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ 1932 എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ഹിസ്റ്റോറിക് റെട്രോസ്പെക്റ്റ് ആണ്. പിന്നെ 1932 അങ്ങനെ ആദ്യമായൊരു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആരംഭിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചതോടുകൂടി തന്നെ പവർ പ്രൊഡക്ഷൻ പ്ലാന്റുകളും പവർ പ്രൊഡക്ഷൻ മേഖലകളും എക്സ്പാൻഡ് ചെയ്യുന്നതിന് തിരുവിതാംകൂർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലം, കോട്ടയം, നാഗർകോവിൽ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ 1934 പുതിയ പവർ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ 1935-36 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴേക്കും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളം ഒരു 44 നദികളാൽ സമ്പന്നമായൊരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? 44 നദികളാൽ സമ്പന്നമായൊരു സംസ്ഥാനമാണ് കേരളം. വി ഹാവ് ആൻ അഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്. അത് മാത്രമല്ല, ഇപ്പോൾ ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ എന്ന രീതിയിലുള്ള ടെക്നോളജി ആൾക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങുന്നതും അതിൻ്റെ പോസിബിലിറ്റീസ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം കേരളം പിന്നീട് കേരളം കണ്ട പവർ പ്രോജക്റ്റുകളിൽ പ്രധാനമായും വന്നിരിക്കുന്ന പ്രൊജക്റ്റുകളെല്ലാം അതുകൊണ്ട് തന്നെ കേരളത്തിന് ഉതകുന്ന രീതിയിൽ ഹൈഡ്രോ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കേരള ബീങ് എ ലാൻഡ് ഓഫ് മൗണ്ടൻസ് ആൻഡ് റിവേഴ്സ് ഇറ്റ് പ്രസൻറ്റഡ് എ ഫെർട്ടൈൽ ഫീൽഡ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ. അങ്ങനെ 1940 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നു. പള്ളിവാസൽ 1940 ആരംഭിക്കുന്നത്. പള്ളിവാസൽ ആരംഭിച്ചതിന് ശേഷം 1954 കാലഘട്ടങ്ങളിൽ രണ്ടാമത് മറ്റൊരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ആരംഭിക്കുന്നുണ്ട്. അതിനെ ചെങ്കുളം എന്നൊക്കെ വിളിക്കും. അതിനും ശേഷം 1956 നമുക്ക് കേരള രൂപീകരണം നടക്കുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് ഫോംഡ് ഇൻ 1956. 1956 തുടങ്ങിയ കേരളം പൂർണ്ണമായ അന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ റീജിയനുകളെല്ലാം കൂടി ചേർന്ന് തുടങ്ങിയ കേരളത്തിനു വേണ്ടി ഒരു പുതിയ ഊർജ വകുപ്പിനെ സൃഷ്ടിക്കുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. വകുപ്പ് എന്നതിനേക്കാൾ, ഡിപ്പാർട്ട്മെൻ്റ് എന്നതിനേക്കാൾ കൂടുതൽ ആപ്തമാക്കി പറയാൻ പറ്റുക അതൊരു ബോർഡാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 1956 രൂപീകൃതമായി കേരളം. അപ്പോൾ തൊട്ടടുത്ത വർഷം 1957 KSEB അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആരംഭിക്കുന്നു. 1957 മാർച്ച് 31. KSEBക്ക് വലുതും ചെറുതുമായ 43 ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനുകളുണ്ട്. പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഒന്നുകിൽ 43 എന്ന് പരിഗണിക്കുക ഇതിനെ, അല്ലെങ്കിൽ 30 എന്നും പരിഗണിക്കുക. അപ്പോൾ 30 പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി കേട്ടോ. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, ഞാൻ ഈ വലുതും ചെറുതും ഈ ഓരോ പ്രൊജക്റ്റിനും സബ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉറുമി ആണെങ്കിൽ ഉറുമി 1, ഉറുമി 2 എന്നൊക്കെ പറയുന്ന സബ് പ്രൊജക്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ സബ് പ്രൊജക്റ്റുകളൊക്കെ കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഈ 43 ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞത്. മെയിൻ പ്രൊജക്റ്റുകൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു 30 പ്രൊജക്റ്റുകൾ എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എനിഹൗ നിങ്ങളുടെ ഓപ്ഷനിൽ 43 30 എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വിത്ത് 2 ഡീസൽ പവർ പ്ലാന്റ്സ് ആൻഡ് 1 വിൻഡ് ഫാം. കേരളത്തിൻ്റെ ഊർജ മേഖലയായ KSEBയുടെ നേതൃത്വത്തിൽ 43 ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ 30 പ്രൊജക്റ്റുകൾ എന്ന് പറയുക.
അതുപോലെ 2 ഡീസൽ പവർ പ്ലാന്റുകൾ, അതുപോലെ ഒരു വിൻഡ് മില്ലും പ്രവർത്തനക്ഷമമായി നിലവിലുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഈ KSEB തന്നെ ബില്ലിങ്ങിനായി ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഉരുമ എന്നുള്ളത്. ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ താഴെ കാണുന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആപ്തവാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് KSEBയെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാറാണ് എന്ന് കുഞ്ഞിക്കൂനം പറയുന്നത് പോലെ KSEBയെ അവകാശപ്പെടുന്നത് കേരളത്തിൻ്റെ ഊർജം എന്നുള്ള രീതിയിലാണ് കേട്ടോ. കേരളത്തിൻ്റെ ഊർജം, ദി എനർജി ഓഫ് കേരള എന്ന രീതിയിലാണ്. തെറ്റ് പറയാനില്ല. കേരളത്തിൽ ഊർജ വിതരണം നടത്തുന്നത് ഇവ മാത്രമാണ്. ഊർജ്ജോൽപാദനം വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? കേരളത്തിൽ ഊർജ്ജോൽപാദനം നടത്തുന്നത് KSEB മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അല്ല എന്നാണ് പറയേണ്ടത്. കേരളത്തിൽ ഊർജ്ജോൽപാദനം നടത്തുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. തൊട്ട് മുൻപ് നമ്മളെ പള്ളിവാസലായിക്കോട്ടെ, ചെങ്കുളമായിക്കോട്ടെ, കുത്തുങ്കലായിക്കോട്ടെ, മണിയാറായിക്കോട്ടെ. ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന അല്ലേ, നമ്മുടെ ഈ പുരപ്പുറ സോളാറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളുടെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് സബ്സിഡിയോടുകൂടി ആൾക്കാർ സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻസ് ഇന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടല്ലോ. സൂര്യദേവൻ്റെ കടാക്ഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഊർജ്ജോൽപാദനം നടത്തി നമ്മുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാം, കറണ്ട് ബില്ലിനെ പേടിക്കാണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഊർജ്ജം അല്ലേ, ഇൻഡിവിജ്വൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഊർജ്ജം ഡൊമസ്റ്റിക്കലി പോലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഊർജ്ജോൽപാദനം KSEBയുടെ കുത്തകയല്ലെങ്കിൽ, പക്ഷേ ഊർജ്ജത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം കുത്തകയാണ്. ഊർജ്ജ വിതരണം KSEBയുടെ കുത്തകയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ, ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ 69% വരുന്ന, അല്ലെങ്കിൽ 60% മുകളിൽ എന്ന് ജനറലി നിങ്ങൾ കണക്കൂട്ടിയാലും മതിയാവും. 69 എന്ന് കണ്ടാൽ നിങ്ങൾ തെറ്റാക്കാനൊന്നും പോകണ്ട, അതും ശരിയാണ്. അപ്പം ജനറലി പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 60% ഓഫ് ദി ടോട്ടൽ പവർ പ്രൊഡക്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ഇസ് ആക്ച്വലി ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക്. അത് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ പോലും മനസ്സിലാവും. 40 പ്ലാന്റുകൾ, 43 പ്ലാന്റുകൾ അല്ലെങ്കിൽ 30 പ്രൊജക്റ്റുകൾ, അതുപോലെ 2 തെർമൽ, ഒരു വിൻഡ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വിൻഡിൻ്റെയും തെർമലിൻ്റെയൊക്കെ എണ്ണം വെച്ച് പരിശോധിക്കുമ്പോൾ വളരെ കൂടുതലാണ് നമ്മുടെ ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനുകളാണ് സ്റ്റേറ്റിൻ്റെ 69% വരുന്ന ടോട്ടൽ പവർ പ്രൊഡക്ഷനും കൈയാളിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിലാദ്യത്തേതാണ് നമ്മൾ 1940 ആരംഭിച്ച പദ്ധതി എന്ന രീതിയിൽ നേരത്തെ സൂചിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഒരു ജലവൈദ്യുത പദ്ധതി എന്നാൽ അതിന് ഒരു ജലസ്രോതസ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് ജലസ്രോതസ്സിലാണെന്ന് ചോദിച്ചാൽ മുതിരപ്പുഴയിലാണ്. എവിടെയാണ്? മുതിരപ്പുഴ. ആരാണ് മുതിരപ്പുഴ? കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത് പെരിയാർ നദിയിലാണെന്നാണ്. തെറ്റൊന്നുമല്ല, മുതിരപ്പുഴ പെരിയാറിൻ്റെ തന്നെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, ട്രിബ്യൂട്ടറി ഓഫ് പെരിയാർ, പെരിയാറിൻ്റെ തന്നെ ട്രിബ്യൂട്ടറിയാണ് മുതിരപ്പുഴ എന്നതുകൊണ്ട് തന്നെ ഇനി ഇത് പെരിയാർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, മേജറായിട്ടത് പെരിയാർ തന്നെയാണ്, സ്പെസിഫിക്കലി പറയുമ്പോൾ മുതിരപ്പുഴയിലാണ്. രണ്ടാമത്തെ പദ്ധതി വരുന്നതും ഇതേ മുതിരപ്പുഴയിൽ തന്നെയാണ് എന്നുള്ളതും മറ്റൊരു ആശ്ചര്യകരമായ വാസ്തവമാണ് കേട്ടോ. ദി കമ്പനി വിച്ച് സ്റ്റാർട്ടഡ് ദിസ് പ്രൊജക്ട് പള്ളിവാസൽ വാസ് ദ ഫേമസ് കണ്ണൻ ദേവൻ. ആരാണ്? കണ്ണൻ ദേവൻ എന്ന കമ്പനിയാണ് ഈ പറയുന്ന പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്ന 1940-ലാണെന്നറിയാം. ആ സമയത്തും തിരുവിതാംകൂറിൻ്റെ രാജാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെയാണ്. അതായത് ആര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ അന്നും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിന് പ്രസക്തിയുണ്ട്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്നെ. ഓക്കെ, രണ്ടാമത്തെ പദ്ധതി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഒരു 14 വർഷത്തിനിപ്പുറം ആരംഭിക്കുന്നതെന്ന് മാത്രം. 1954 1954 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതേ മുതിരപ്പുഴ തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ മുതിരപ്പുഴയിൽ തന്നെയാണ് ആരും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആശ്ചര്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിസ്മയമായൊക്കെ നമ്മൾ കണക്കാക്കുന്ന തരത്തിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയും അണക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എല്ലാവർക്കും കാണാനും പോകാനും അനുഭവിക്കാനും ഒക്കെ ആഗ്രഹമുള്ളൊരു ജലവൈദ്യുത പദ്ധതിയും പ്രദേശങ്ങളുമാണ് ഈ ഇടുക്കിയിൽ കാണാൻ പറ്റുക. ഈ ഇടുക്കി
ജില്ലയിലൂടെ കടന്നു വരുന്ന പ്രധാന നദി നമ്മുടെ പെരിയാറ, വിച്ച് ഈസ് ദി ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. 244 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് നമ്മുടെ പെരിയാർ നദി. ഇടുക്കിയിലൂടെയും എറണാകുളം ജില്ലയിലൂടെയും ഒഴുകുന്ന നദി. അപ്പോൾ ഇടുക്കിയിലും ഇത്തരത്തിൽ ഒരു ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി പെരിയാർ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഇടുക്കി അണക്കെട്ട്, ഇടുക്കി ഡാം അല്ലെങ്കിൽ ഇടുക്കി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ശരിക്കും 3 അണക്കെട്ടുകൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. 3 അണക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്ന ഒരു ആർച്ച് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ആർച്ച് ആക്ഷൻ മുഖാന്തരം പണിയെടുക്കുന്ന ഒരു വലിയ നിർമ്മിതിയാണ്. ടൺസ് ആൻഡ് ടൺസ് ആൻഡ് ടൺസ് ഓഫ് ഭാരമുള്ള, എന്നാൽ ഒരു ആർച്ച് ആക്ഷനാണ്. ആർച്ച് എന്ന് പറയുമ്പോൾ വെള്ളമുള്ള ഭാഗത്തേക്ക് ആർച്ച് തള്ളിയിരിക്കുന്ന രീതിയിൽ കാണുന്നൊരു നിർമ്മിതി. അതിനെയാണ് എസെൻഷ്യലി നമ്മൾ ആ ഇടുക്കി ഡാം എന്നൊക്കെ വിളിക്കുക. ഓക്കെ, ഇടുക്കി ഡാം എന്ന് വിളിക്കുന്ന ആരെയാണ്? ആ പറയുന്ന ആർച്ച് ഡാമിനെയാണ്. എന്നാൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള അണക്കെട്ടുകൾ ടോട്ടൽ 3 എണ്ണം ഉണ്ട് എന്ന് പറയുന്നു. ഓർക്കുക, ഏതൊക്കെയുണ്ട്? ഒന്ന് ഈ പറയുന്ന ഇടുക്കി അണക്കെട്ട്, 2 ചെറുതോണി. ആരാണ്? ചെറുതോണി. 3 കുളമാവ്. ഇപ്പൊ ഇടുക്കി അണക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആർച്ച് ഡാം, 2 ചെറുതോണി അണക്കെട്ട്, 3 കുളമാവ് അണക്കെട്ട്. ഈ 3 അണക്കെട്ടുകളുടെയും കോമ്പിനേഷൻ ചേരുന്നതാണ് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കാരണം ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കായി ജലം സംഭരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ലൊക്കേഷനിൽ ഒരു വിടവ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് മാത്രമല്ല ഉണ്ടായിരുന്നത് നദി ഒഴുകാൻ, 3 ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് മാത്രം അടച്ചിട്ട് കാര്യമൊന്നുമില്ല, മറ്റു 2 ഗ്യാപ്പുകളിലൂടെ ജലം ഒഴുകി നഷ്ടപ്പെടും. എനിക്കിവിടെ ജലവൈദ്യുത പദ്ധതിക്കായി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഉപയോഗിച്ച് പവർ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അതിനെ പമ്പ് ചെയ്ത് വിടും. അവിടെയാണ് ടർബൈനുകളെയൊക്കെ റൊട്ടേറ്റ് ചെയ്യിച്ച് ഊർജ്ജോൽപാദനം നടക്കുന്നത്. അവിടെ അതിന് ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് നമ്മൾ വിളിക്കും. അങ്ങോട്ടേക്കാണ് വെള്ളം പമ്പ് ചെയ്ത് വിടുക. അപ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വെള്ളം സ്റ്റോർ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതായത് എനിക്കൊരു റിസർവെയർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. റിസർവെയർ മീൻസ് റിസർവ് ഓഫ് വാട്ടർ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് ആ റിസർവെയർ. അപ്പോൾ അതിന് ഈ പറയുന്ന 3 വിടവുകളും അണക്കെട്ടുകൾ കെട്ടി അടച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആർച്ച് ഡാമിട്ട് ഒരു ഗ്യാപ്പ് മൂടി. ഇവിടെയാണ് ആ ഒരു ഭാഗം വരിക. ആരുടെ? ആർച്ച് ഡാമിൻ്റെ പ്രദേശം വരിക ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. അതൊരു ഗ്യാപ്പ്. രണ്ടാമത്തെ ഒരു ഗ്യാപ്പ് വരുന്നതാണ് ഇവിടെ ഈ ഒരു വലിയ നെടുനീളൻ അണക്കെട്ട് കെട്ടി അടച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിന് വിളിക്കുന്ന പേരാണ് ചെറുതോണി അണക്കെട്ട്. രണ്ടാമത്തെ ആൾ ഇവനാണ്. 1ഉം 2ഉം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. 3ാമത്തെ ആൾ ഈ ചിത്രത്തിൽ കാണില്ല, കുറച്ച് അകലെയാണ് കുളമാവ് അണക്കെട്ട്. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് വരുന്നൊരു ഗ്യാപ്പ്. അങ്ങനെ ഈ 3 അണക്കെട്ടുകളുടെയും സംഭാവനയോട് കൂടിയാണ് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലനിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് 1975 1975 ഈ 1975 ആരംഭിച്ച നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലുത് ഇൻ ദ സെൻസ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളിലും എല്ലാം ഏറ്റവും വലുതും ആര് തന്നെയാണ്? ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 780 മെഗാവാട്ടാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. എത്രയാണ്? 780 മെഗാവാട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയോടുകൂടിയാണ് നമ്മുടെ ഈ ഇടുക്കിയിലെ ഈ ഒരു പ്രൊജക്റ്റ് നിലകൊള്ളുന്നതുകൂടി അറിഞ്ഞിരിക്കുക. ഈ ഒരു പ്രൊജക്റ്റ് സാക്ഷാത്കാരം ആക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച രാജ്യം ഏത് എന്നൊരു ചോദ്യം മുൻപ് സ്ഥിരം PSC ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അത് മറ്റാരുമല്ല, കാനഡയാണ് കേട്ടോ. കാനഡ ഈസ് ദി കൺട്രി വിച്ച് ഹാസ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരള ഇൻ ഡെവലപ്പിംഗ് ഇടുക്കി ഹൈഡ്രോ പവർ പ്രൊജക്റ്റ്. അപ്പോൾ ഈ ഇടുക്കി ആർച്ച് ഡാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടി ആർക്കുണ്ട്? ഈ ഇടുക്കിയിലെ ആർച്ച് ഡാമിനുണ്ട് എന്നതുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ആർച്ച് ഡാമിനാണ്, ഇടുക്കി ജലവിദ്യുത് പദ്ധതിക്കല്ല, ഇടുക്കിയിലെ ആർച്ച് ഡാമിന് അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നൊരു പ്രത്യേകത കൂടി ആർക്കുണ്ട്? ഈ ഒരു പദ്ധതിക്കുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ഇടുക്കിയിലെ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസോ ന്യൂസോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇടുക്കി അണക്കെട്ട് തുറന്നു എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടെങ്കിൽ, അത് ഈ കുളമാവ് അണക്കെട്ട് അത് ഈ ചെറുതോണി അണക്കെട്ടാണ് തുറക്കുന്നത്, അല്ലാതെ ആർച്ച് അണക്കെട്ടല്ല. ആർച്ച് അണക്കെട്ടിൻ്റെ അല്ല ഷട്ടറുകൾ തുറക്കുക.
ഇടുക്കി അണക്കെട്ടിൻ്റെ ഷട്ടർ തുറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറുതോണിയുടെ ഏതാണ് തുറന്നത് എന്നത് പരിഗണിച്ചാൽ മതിയാവും കേട്ടോ. ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഡാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ചെറുതോണി അണക്കെട്ടാണ്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഈ റിസർവോയർ 3 അണക്കെട്ടുകളാൽ തടയണ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്ന റിസർവോയർ സംവിധാനം ആണ് ഇടുക്കിയിൽ. ആ ഇടുക്കിയിലെ റിസർവോയർ സംവിധാനത്തിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് വെള്ളം പമ്പ് ചെയ്തെത്തിക്കുന്നുണ്ട്. അതൊരു അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ്. പേര് മൂലമറ്റം പവർ സ്റ്റേഷൻ. നമുക്കെല്ലാവരും അറിയാവുന്നതോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള വളരെ പ്രശസ്തമായ പവർ സ്റ്റേഷനാണ് നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ. വേർ നമ്മൾ ഈ ടർബൈനുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജനറേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഈ മൂലമറ്റം എന്നതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഇഷ്ടംമാതിരി ജനറേറ്ററുകളൊക്കെ കപ്പിൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് പ്രോസസ്സിൻ്റെ പേര് എന്നും അല്ലേ. ഈ ഹൈഡ്രോ പവർ പ്രൊജക്റ്റിൽ വാട്ടറിൽ നിന്നുള്ള എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രോസസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ ദ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ പവർ പ്രൊജക്റ്റ്, അപ്പോൾ ഏറ്റവും വലുത് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും വലുത് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ശബരിഗിരിയാണ്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഇസ് ആക്ച്വലി ശബരിഗിരി. 1966 മാർച്ച് 6-നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അല്ല രണ്ടാമത്തെ പവർ പ്രൊജക്റ്റ് എന്നുള്ളതല്ല, വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ പത്തനംതിട്ട. ശബരിഗിരി ഏത് ജില്ലയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ്. 66-ൽ തുടങ്ങി പമ്പാ നദിയിലും കക്കി നദിയിലും ഒക്കെ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അണക്കെട്ട്. ദി ഓൺലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ കേരള വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് ഇലക്ട്രിസിറ്റി ഈസ് തൃശ്ശൂർ. ചോദ്യമാണ്, ഈ ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യുന്ന ഒരേ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അത് തൃശ്ശൂരാണ്. അതുപോലെ ഇത് ഫസ്റ്റ് പഞ്ചായത്ത് ടു ജനറേറ്റ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിസിറ്റി ഈസ് ആക്ച്വലി മാങ്കുളം പഞ്ചായത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് മാങ്കുളമാണ് എന്നും അറിയാം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ, ഏറ്റവും കൂടുതൽ ഊർജ്ജോൽപാദനം നടക്കുന്ന, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പണികഴിപ്പിച്ചുള്ള ഈ പറയുന്ന എല്ലാ ഖ്യാതിയും അടങ്ങുന്ന ജില്ലയെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയുമാണ്. അതുപോലെ ചാലക്കുടി പുഴ തൃശ്ശൂർ ജില്ലയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയിൽ ഫേമസ് ആണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. 1957 മാർച്ച് 6-ന് ആരംഭിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതി. 1996-ലാണ് പേപ്പാറ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് തിരുവനന്തപുരം ജില്ലയിൽ കരമനയാറ്റിൽ ആരംഭിക്കുന്നത്. അതുപോലെ നെരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സിറ്റുവേറ്റഡ് ആയിട്ട് അടിമാലി അല്ലേ, മുതിരപ്പുഴയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരുന്ന 2008-ൽ കമ്മീഷൻ ചെയ്ത പ്രൊജക്റ്റാണ് നെരിമംഗലം പ്രൊജക്റ്റ്. ഇങ്ങനെ ഒട്ടനവധി പ്രൊജക്റ്റുകളുണ്ട്. നമ്മുടെ ഇടമലയാർ, എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഇടമലയാർ പ്രൊജക്റ്റ് 87-ൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നു. എറണാകുളത്തായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏത് നദിയിലെന്ന് ചോദിച്ചാൽ പെരിയാർ നദി. അതുപോലെ മലബാർ റീജിയനിൽ വരുന്ന ആദ്യ ഹൈഡ്രോ പവർ പ്രൊജക്റ്റായ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, പെരുവണ്ണാമൊഴി ഡാം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൊജക്റ്റാണത്. അത് 73-ൽ ആരംഭിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉറുമി പവർ പ്രൊജക്റ്റ്, ഓക്കെ, എന്താ പറയുക, ഒരു സ്മോൾ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് എന്ന പോലെ ആരംഭിച്ച് പൊയിലിങ്ങൽ പുഴ, ചാലിയാറിൻ്റെ ട്രിബ്യൂട്ടറിയായ പൊയിലിങ്ങൽ പുഴയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന, വിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ പറയുന്ന ഉറുമി പ്രൊജക്റ്റ്. ഈ ഉറുമി പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ച രാജ്യം ചൈനയാണ്. പൊതുവേ നമ്മളവിടെ അധികം അങ്ങനെ ചൈനീസ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ സഹായവുമായി കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഉറുമി പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ ചൈന ഒരു സഹായ ഹസ്തമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഉറുമി ജലവൈദ്യുത പദ്ധതി സിറ്റുവേറ്റ് ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോടാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല കേട്ടോ. ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയാണ്. ഒരു ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് അണ്ടർടേക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് മീൻവല്ലമാണ്. പാലക്കാട് ജില്ലയിലെ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലുതുമായ 2 പ്രൈവറ്റ് ജലവൈദ്യുത പദ്ധതികളെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മണിയാറും കുത്തുങ്കലും. മണിയാറ് പത്തനംതിട്ട ജില്ലയിലും കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലുമാണ്. ഓക്കെ, മണിയാറാണ് കേരളത്തിലെ ആദ്യ പ്രൈവറ്റ് ജലവൈദ്യുത പദ്ധതി. അതുപോലെ കുത്തുങ്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ജലവൈദ്യുത പദ്ധതി. ശ്രദ്ധിക്കണം, പ്രൈവറ്റ്.
കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്, നമുക്കറിയാം. ഏറ്റവും വലിയ പ്രൈവറ്റ് സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് കുത്തുങ്കലും. ഏറ്റവും ആദ്യത്തെ സ്വകാര്യ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് മണിയാർ എന്ന രീതിയിലും മനസ്സിലാക്കുക. ഈ ഒരു ടേബിളിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെ ഒന്ന് സമ്മപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒട്ടനവധി പ്രൊജക്റ്റുകളും ആ പ്രൊജക്റ്റുകൾ അടങ്ങുന്ന ജില്ലയും അത് ഏത് നദിക്ക് കുറുകെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ. പള്ളിവാസൽ ഇടുക്കി ജില്ലയിലാണ്, മുതിരപ്പുഴയിലാണ് നമ്മൾ പറഞ്ഞു. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, മുതിരപ്പുഴയിലും തന്നെയാണ്. നെരിമംഗലം ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി ഇടുക്കി ജില്ല, കുത്തുങ്കൽ ഇടുക്കി ജില്ല പന്നിയാർ നദിയിലാണ്, അല്ലെങ്കിൽ പന്നിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്വാഭാവികമായിട്ടും ഇടുക്കി ജില്ല, പെരിയാർ നദി. ഇടമലയാറ്റിലാണ്, ഇടുക്കിയിലെ ഇടമലയാറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മണിയാർ പമ്പാ നദിയിൽ പത്തനംതിട്ട ജില്ല. ശബരിഗിരി രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിൽ തന്നെയാണ്, പമ്പാ നദിക്ക് കുറുകെ. കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ കക്കാട് നദിയിൽ. അതുപോലെ കുറ്റ്യാടിപ്പുഴ അല്ലേ, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിപ്പുഴയിലാണ്, കാലിക്കറ്റ്. പെരിങ്ങൽകുത്ത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയും. ഷോളയാറ് തൃശ്ശൂർ ജില്ല, ചാലക്കുടി പുഴ. ഇപ്പോൾ കുറേ തവണ ചോദിച്ചിട്ടുള്ള ഏരിയയിൽ നിന്നുള്ളതെന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവമാരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിന് പുറമെ വേറെയും ജലവൈദ്യുത പദ്ധതികളും ജില്ലകളും നദികളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം, ഇപ്പം ജലവൈദ്യുത പദ്ധതി മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഊർജ്ജ മേഖലയെ ലക്ഷ്യം കൊണ്ട് നിൽക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. അതിന് വേറെയും അവന്യൂസ് ഉണ്ട്. അതിലൊന്ന് തെർമൽ പ്രൊജക്റ്റാണ്. പക്ഷെ തെർമൽ പ്രൊജക്റ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂസിങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KSEBയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന തെർമൽ പവർ പ്രൊജക്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞത് കേവലം 2 എണ്ണം മാത്രമാണ് അങ്ങനെയുള്ളത് എന്ന്. ആയ സ്ഥിതിക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഭാഗത്തു നിന്നും തെർമൽ പവർ പ്രൊജക്റ്റുകൾ കേരളത്തിൽ സ്ഥാപിക്കാനുള്ള സാധ്യത കുറവാണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രത്തോളമൊക്കെയാണ് കോൺട്രിബ്യൂഷനൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് തെർമൽ പവർ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കാം. ഒന്ന്, നിങ്ങൾ കുറച്ച് കാലം മുൻപ് ഒരു പ്രധാനപ്പെട്ട നഗരത്തിലൊരു മാലിന്യ പ്ലാന്റിൽ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കുകയും ആ തീപിടിക്കുന്നതിൻ്റെ ഭാഗമായി ദിവസങ്ങളോളം ആ പട്ടണം ഈ പുകയാൽ കീഴ്പ്പെട്ട് കിടക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടായി. കുറച്ച് മാസം മുമ്പ് എറണാകുളം എന്ന ജില്ലയുടെ കാര്യമാണ് നമ്മളീ പറയുന്നത്. ജില്ല മൊത്തമല്ല കേട്ടോ, ടൗണിൽ. അത് ബ്രഹ്മപുരം എന്ന പേരിലുള്ളൊരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ഉണ്ടായ അപകടമായിരുന്നു. അതേ ബ്രഹ്മപുരത്ത് വി ഹാവ് എ ഡീസൽ പവർ പ്ലാന്റ് വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡീസൽ പവർ പ്ലാന്റ് ഇൻ കേരള. കേരളത്തിലെ ആദ്യ തേർമൽ പവർ പ്ലാന്റ് ആണ്, അല്ല ഡീസൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള തേർമൽ പവർ പ്ലാന്റ് ആണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ താപവൈദ്യുതി അല്ലെങ്കിൽ ഇവിടെ താപം ഉണ്ടാക്കാനായി, താപം ജനറേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഇന്ധനം, ഫ്യൂവൽ എന്ന് പറയുന്നത് ഏതാണ്? ഡീസലാണ്. അപ്പോൾ ഡീസൽ എന്നതിനുപരി വേറെയും ഫ്യൂവലുകൾ ഉപയോഗിക്കാം. എനിക്ക് വേണമെങ്കിൽ കോൾ ഉപയോഗിക്കാം, എനിക്ക് നാഫ്ത ഉപയോഗിക്കാം, എനിക്ക് CNG ഉപയോഗിക്കാം, എനിക്ക് ഇത് ഉപയോഗിക്കാം, ന്യൂക്ലിയർ ഫ്യൂവലുകൾ ഉപയോഗിക്കാം. അങ്ങനെ മറ്റ് മാധ്യമങ്ങൾ ഫ്യൂവലുകളായി ഉപയോഗിക്കുന്നതനുസരിച്ച് പേരിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കും. ഇവിടെ നമ്മുടെ ഈ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം തേർമൽ എന്ന് പറയുമ്പോൾ ചൂട് കൊടുത്തിട്ടാണ് അല്ലേ. ഇവിടെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി, ചൂടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. Kerala's first diesel power plant is Brahmapuram, which is constituted in the year 1997. അപ്പോൾ ലേറ്റർ കേരളത്തിലെ ആദ്യ തെർമൽ പവർ പ്ലാന്റ് നമ്മൾ 1927 കാര്യത്തിൽ പറയുകയാണ്. അത് തമ്പാനൂരായിരുന്നു. ഒരു 19 വർഷത്തിന് ശേഷമാണ് എന്നുള്ള ഒരു കോയിൻസിഡൻസ് വേണമെങ്കിൽ പറയാൻ പറ്റും. 1997 കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ജില്ല എറണാകുളം. അപ്പോൾ ആദ്യം എറണാകുളത്ത് 97 ഇങ്ങനെ ഒരു തെർമൽ പവർ പ്ലാന്റ് വിച്ച് ഇസ് ഫങ്ഷൻഡ് ബൈ അല്ലെങ്കിൽ വിച്ച് ഇസ് ഫ്യൂവൽഡ് ബൈ ഡീസൽ ആരംഭിക്കുന്നുണ്ട്. ദെൻ എ സെക്കൻഡ് തെർമൽ പവർ പ്ലാന്റ് സ്റ്റാർട്ടിങ്
അറ്റ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പേര് നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. അതാണ് നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. ജില്ല കോഴിക്കോട്. അപ്പോൾ ബ്രഹ്മപുരം എറണാകുളവും നല്ലളം കോഴിക്കോടുമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു, അതിനർത്ഥം 1997 ശേഷം രൂപീകൃതമായതാണ്. അതായത് 1999. ഇത് രണ്ടും KSEBയുടേതായ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമെങ്കിൽ we have something called another thermal power plant in Kerala which is not operated by KSEB. കാര്യം രാജീവ് ഗാന്ധി നാഷണൽ പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന സാധനമാണ്. അത് NTPCയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു 17ാമത്തെ തെർമൽ പവർ പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ പവർ പ്ലാന്റായിട്ട് കായംകുളത്ത് ആരംഭിക്കുന്നുണ്ട് ഒരു തെർമൽ പ്രൊജക്റ്റ്. ബട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മറ്റു 2 താപവൈദ്യുത നിലയങ്ങളിലും ഉപയോഗിച്ചിരുന്ന പോലെ ഡീസൽ അല്ല ഇന്ധനം. ഇന്ധനം നാഫ്തയാണ്. ഇന്ധനം ആരാണ്? നാഫ്ത. അപ്പം നാഫ്ത ഇന്ധനമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട തെർമൽ പവർ പ്ലാന്റ് ആണ് ഇത് കായംകുളം തെർമൽ പവർ പ്ലാന്റ്, വിച്ച് ഈസ് ദി 17th പ്രൊജക്റ്റ് ഓഫ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ 17ാമത് പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിനെ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്നും വിശേഷണം ചെയ്യാറുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഏത് തെർമൽ പവർ പ്രൊജക്റ്റിനെയാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് കായംകുളത്ത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന 17ാമത് NTPCയുടെ തെർമൽ പവർ പ്ലാന്റായ കായംകുളം തെർമൽ പവർ പ്ലാന്റിനെ പറ്റിയിട്ടാണ് എന്നത് മനസ്സിലാക്കുക. 99 AB വാജ്പേയി തന്നെയാണ് ഈ ഒരു പവർ പ്ലാന്റിൻ്റെയും ഇനാഗുറേഷൻ നിർവഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നാഫ്തയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കൂളിംഗ് വാട്ടർ എന്ന രീതിയിൽ പരിഗണിക്കുന്ന വാട്ടർ വിച്ച് ഇസ് ടേക്കൺ ഫ്രം വിച്ച് റിവർ എന്ന് വെച്ചാൽ അച്ചൻകോവിലാറ്റിൽ നിന്നാണ്. കായംകുളമാണല്ലോ. അപ്പോൾ അച്ചൻകോവിൽ ആറിൽ നിന്നുള്ള ജലം എടുത്തിട്ടാണ് കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൂളിംഗ് എന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും വരണ്ട. ഈ വെള്ളം സ്റ്റീം ചെയ്യണമെങ്കിൽ ഇവിടെ തെർമൽ പവർ പ്ലാന്റിൽ വെള്ളത്തിനെ ഹീറ്റ് ചെയ്ത് വെള്ളത്തിനെ സ്റ്റീമാക്കി മാറ്റി ആ സ്റ്റീം കടന്നു പോയ ചാനൽ, ആ സ്റ്റീമിനെ കൃത്യമായിട്ട് ഒരു പൈപ്പുകളിലൂടെ കടത്തിവിട്ട് ആ സ്റ്റീം ചെന്ന് ടർബൈനുകളെ കറക്കി അതിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന താപവൈദ്യുത നിലയങ്ങളിൽ, ജനറലി ഏതൊരു നിലയമായാലും. അപ്പോൾ ഇവിടെ ഈ സ്റ്റീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണമല്ലോ. എസെൻഷ്യലി ഹീറ്റ് ആകുമ്പോൾ വെള്ളം വേണം. ആ വെള്ളം എത്തിച്ചിട്ട് വെള്ളമാണ് സ്റ്റീമായി മാറുക. അപ്പോൾ ആ വെള്ളം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് തന്നെയാണ് അച്ചൻകോവിലാറ്. അപ്പോൾ എസെൻഷ്യലി കൂളിംഗ് വാട്ടർ എന്ന് പറയുന്നെങ്കിലും വർക്കിംഗ് വാട്ടറും കൂളിംഗ് വാട്ടറും ഒക്കെ ഇവിടെ ഒന്ന് തന്നെയാണ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്താലും മതിയാവും. അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ കായംകുളത്ത് ഈ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക. അതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കായംകുളത്താണ് കേട്ടോ. അപ്പോൾ ടാറ്റ പവർ എന്ന് പറയുന്ന കമ്പനിയൊക്കെയാണ് അതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായത്. നൗ വി ആർ ഇൻ 2025 ഹാവിങ് എ ഷിഫ്റ്റ് ഓഫ് യൂസേജ് ഓഫ് എനർജി യൂസേജിൻ്റെ കാര്യത്തിൽ നമ്മളിന്ന് ചെറിയൊരു ഷിഫ്റ്റ് കാണുന്നൊരു രാജ്യമാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരു ഷിഫ്റ്റിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എവരിബഡി ഈസ് മൂവിങ് ടുവേർഡ്സ് എ റിന്യൂവബിൾ സെക്ടർ. ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ കാലം അധികം ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. കാരണം വേണ്ടുവോളം പൊല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോസിൽ ഇന്ധനങ്ങളെ മാറ്റി റിന്യൂവബിൾ ആയിട്ടുള്ള പുനരുപയോഗിക്കാൻ സാധിക്കുന്ന, ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോവാത്ത ഊർജ്ജ മേഖലയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കേരളത്തിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഊർജ്ജ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനേർട്ട്. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഇതാണ് അനേർട്ടിൻ്റെ പേര്, ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. അത് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ വർക്കിംഗ് അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ഗാദറിംഗ് ആൻഡ് ഡിസെമിനേറ്റിംഗ് നോളജ് അബൌട്ട് നോൺ കൺവെൻഷണൽ എനർജി. ഇപ്പം നോൺ കൺവെൻഷണൽ എനർജി നമ്മുടെ സ്റ്റേറ്റിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതേ പറ്റിയിട്ടുള്ള വിവരശേഖരണം നടത്തുക, അതിനെ പറ്റിയിട്ടുള്ള നോളജ് സ്പ്രെഡ് ചെയ്യുക, അതിൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവുകൾ എടുക്കുക ഒക്കെയാണ് ആരുടെ പണി? അനേർട്ടിൻ്റെ പണി. കിട്ടുന്നുണ്ടോ? ഫോർ അബൌട്ട് നോൺ കൺവെൻഷണൽ എനർജി കൺസർവേഷൻ ആസ് വെൽ ആസ് റൂറൽ ടെക്നോളജി.
ഏതൊക്കെയുണ്ട്? എനർജി കൺസർവേഷനും അതുപോലെ റൂറൽ ടെക്നോളജി എന്നതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അനേർട്ടിൻ്റെ പഠന മേഖലയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു സ്ഥാപനം കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1986-ലാണ്. 86-ൽ ഈ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരുപാട് ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരു പക്ഷേ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കടന്നുവരവ് കണ്ട സമയത്ത് നിങ്ങൾ പല ഇലക്ട്രിക് വാഹനങ്ങളും ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ റോഡിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടാകും, KSEBയുടെയും മറ്റുമൊക്കെ. അപ്പോൾ ആ ഒരു പിന്നെ വാഹനങ്ങളിലൊക്കെ ഈ ഒരു ചിത്രം പതിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അനേർട്ട്, EMC എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കാരണം അത് ഇലക്ട്രിഫിക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു മാർഗ്ഗമാണല്ലോ. ഇപ്പോൾ ഫോസിൽ ഇന്ധനം കുറയ്ക്കാൻ വേണ്ടിയുള്ള മറ്റൊരു എന്താ പറയുക രീതിയാണല്ലോ പറയാം. അതുപോലെ അനേർട്ടിൻ്റെ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്, പേര് സ്റ്റെപ്പ്. എന്താ പ്രൊജക്റ്റിൻ്റെ പേര്? സ്റ്റെപ്പ്. എന്താണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. സോളാർ തെർമൽ പവർ എനർജി പ്രൊജക്റ്റ്. സോളാർ തെർമൽ എനർജി പ്രൊജക്റ്റ്, അതാണ് സ്റ്റെപ്പ്. സോളാർ തെർമൽ എനർജി പ്രൊജക്റ്റ്. സംഗതി സിമ്പിൾ, വേറൊന്നുമില്ല. എന്താ? അതായത് the program of ANERT which aimed at supplementary thermal energy. The program of ANERT which aimed at supplementary thermal energy. Supplementary thermal energy requirements. The supplementary thermal energy requirements at various temperature for different applications. അതായത് പല താപനിലയിലുള്ള ഈ താപോർജ്ജത്തിൻ്റെ റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചൊരു പദ്ധതി. എങ്ങനെ? ലൈക്ക് കുക്കിംഗ്, വാട്ടർ ഹീറ്റിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ് ഹീറ്റിംഗ്, ക്രോപ്പ് ഡ്രോയിങ് എക്സെട്ര. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കുക്കിങ്ങിന് വേണ്ടിയോ വെള്ളം ചൂടാക്കാൻ വേണ്ടിയോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്താ ആവശ്യമുണ്ട്? തെർമൽ എനർജി ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള തെർമൽ എനർജിയെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ താപനിലകളിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായുള്ള താപ ഊർജത്തെ എങ്ങനെ? ബൈ ഹാർനസിങ് സോളാർ എനർജി, സൗരോർജ്ജം ഉപയോഗിച്ച് മീറ്റ് ചെയ്യുക അത്തരം ഡിമാൻഡുകളെ, അത്തരം റിക്വയർമെൻറ്റുകളെ. ആ സൗരോർജ്ജം ഉപയോഗിച്ച് അത്തരം ഡിമാൻഡുകളെ, ഹീറ്റിംഗ് റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുക എന്ന രീതിയിൽ അനേർട്ട് ആരംഭിച്ച പദ്ധതിയെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ സോളാർ തെർമൽ എനർജി പ്രൊജക്റ്റ്. സോളാർ തെർമൽ എനർജി പ്രൊജക്റ്റ്. ഇപ്പോൾ ഡീറ്റെയോ ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്നത് ആരുടെ പ്രൊജക്റ്റാണെന്നൊന്നും കൺഫ്യൂഷൻ വരരുത്. അത് അനേർട്ടിൻ്റെയാണ്. സോളാർ എനർജി ഉപയോഗിച്ച് ഹീറ്റിംഗ് റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വന്ന പ്രൊജക്റ്റാണ്. അതുപോലെ കേരളത്തിൽ നമുക്കറിയാവുന്നതാണ്, വി ഹാഡ് എ ടൈഡൽ പവർ പ്ലാന്റ്. ഈ തിരമാലയിൽ നിന്ന് ഊർജ്ജോൽപാദനം നടത്തുന്ന കാര്യമൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ലെങ്കിലും 1991 വിഴിഞ്ഞത്ത് ആരംഭിച്ചൊരു പദ്ധതിയാണ് ഈ പറയുന്ന ടൈഡൽ പവർ പ്രൊജക്റ്റ്. തിരമാലകളിൽ നിന്ന് അല്ലെങ്കിൽ ടൈഡ്സ്, ഹൈ ടൈഡ് ലോ ടൈഡ് പോലുള്ള രീതിയിൽ, അത് വെള്ളത്തിൻ്റെ ഒരു ഓഷനിലുള്ള വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റാണ്. ഇപ്പോൾ മൂവിങ് വാട്ടറിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ എനർജീനെ നമുക്ക് എങ്ങനെയെങ്കിലും ഹാർനസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയയുടെ പുറത്തുനിന്നാണ് ടൈഡൽ എനർജി കോൺസെപ്റ്റ് വരികയും വിഴിഞ്ഞത്ത് അത് ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് 99. പക്ഷേ നിലവിൽ ഓപ്പറേഷണൽ അല്ല കേട്ടോ. കറൻ്റ്ലി നോട്ട് ഓപ്പറേഷണൽ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിലവിൽ ഓപ്പറേഷണൽ അല്ല എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ വിഴിഞ്ഞം ഹാർബർ പണി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ ഓപ്പറേഷണലായി വീണ്ടും തിരികെ വരാനുള്ള സാധ്യതയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് ഓൾറെഡി നമ്മളത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് കുഡ് ബി ഓപ്പറേഷണൽ ഇൻ ദി ഫ്യൂച്ചർ ആസ് വെൽ, ഇൻ ദി നിയർ ഫ്യൂച്ചർ. അതുപോലെ മറ്റു ഒരു മാർഗമെന്ന് പറയുന്നത് വിൻഡിൽ നിന്നുള്ള ഊർജ്ജോൽപാദനമാണല്ലോ. അപ്പോൾ കേരളത്തിലെ ആദ്യ വിൻഡ് എനർജി പവർ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കഞ്ഞിക്കോടാണ്. 94 കഞ്ഞിക്കോടാണ്, പാലക്കാട് കഞ്ഞിക്കോട്. ഓക്കെ, ജില്ല പാലക്കാട് അല്ലേ. അപ്പോൾ പാലക്കാട് കഞ്ഞിക്കോടാണ് കേരളത്തിലെ ആദ്യ വിൻഡ് എനർജി പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ പാലക്കാടിന് പുറമെ കേരളത്തിൽ വിൻഡിൽ നിന്ന് ഊർജ്ജോൽപാദനം നടത്തുന്ന ജില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഇടുക്കിയുള്ളൂ. ഇടുക്കിയും പാലക്കാടുമാണ് മെയിനായിട്ട്. ഈ തമിഴ്നാടൊക്കെ ചെയ്യുന്ന പോലെയൊന്നും എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് എന്തില്ല, വിൻഡ് എനർജി പ്രൊഡക്ഷൻ ഇല്ല. പക്ഷേ ഉള്ളത് കുറച്ചേ ഉള്ളൂ. അതിൽ പാലക്കാടും ഇടുക്കിയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന മാതിരി വിൻഡ് മിൽസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ
വിൻഡ് എനർജി നടത്തുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ് എന്നത് മനസ്സിലാക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രൊഡക്ഷൻ നടത്തുന്ന ജില്ലയെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ദ മേജർ വിൻഡ് ഫാംസ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആർ രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി പവർ പ്രൊജക്റ്റ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ്. അതുപോലെ 2008 ലേറ്റസ്റ്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുന്ന രാമക്കൽമേട് 27 ഏപ്രിലാണ് വെസ്റ്റാസ് വിൻഡ് ടെക്നോളജീസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് രാമക്കൽമേട് എന്ത് ചെയ്തിരിക്കുന്നത്. രാമക്കൽമേട് ഇടുക്കിയിൽ വരുന്ന വിൻഡ് ഫാം. ഏറ്റവും കൂടുതൽ ഇന്ന് ഊർജ്ജോൽപാദനം നടത്തുന്നത് അല്ലെങ്കിൽ ഈ വിൻഡിൽ നിന്നുള്ള ഊർജ്ജോൽപാദനം നടത്തുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോട് ഇടുക്കി ജില്ല തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കണം. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും ഒരു എന്താ പറയുക ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നോക്കേണ്ട കുറച്ച് അനലറ്റിക്സാണ്. അനലറ്റിക്സിലും വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കൂടുതലും ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യങ്ങൾ തന്നെയാണുള്ളത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ പ്രകാരം 23-24 നമ്മുടെ എനർജിയുടെ കൺസപ്ഷൻ അല്ലെങ്കിൽ എനർജിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എനർജിയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു വേർതിരിവ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു പൈ ചാർട്ട് ഷോ ചെയ്യുന്നത് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ്. സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഊർജ മേഖലകൾ ഏതൊക്കെയാണ്, അവർ എത്രയൊക്കെയാണ് എത്രയൊക്കെ കപ്പാസിറ്റിയാണ് അവർ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഹൈഡൽ, തെർമൽ, സോളാർ, വിൻഡ് എന്ന 4 പ്രൊജക്റ്റുകളെ പറ്റിയിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ ആരെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വലിയ പൈനെ നിങ്ങൾക്ക് കാണാം, വിച്ച് ഇസ് കോൺട്രിബ്യൂട്ടിങ് ടു 57.2% ഓഫ് ദി ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അതാരായിരിക്കും? ഹൈഡൽ പ്രൊജക്റ്റ്. ഇത് നിലവിലെ പെർസെൻറ്റേജ് വെച്ച് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, സോ ഹൈഡൽ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് 57.8% ഓഫ് ദി ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. രണ്ടാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് 26.9. അതാരാ? അത് നമ്മൾ കരുതുന്ന പോലെ തെർമലൊന്നുമല്ല, അത് സോളാർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ സോളാറിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമാണ് 26.9% വരുന്നതെന്നുള്ളതാണ് സോളാർ എനർജി. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 14% വരുന്നത് തെർമൽ എനർജിയാണ്, ബിക്കോസ് വി ഹാവ് സർട്ടൻ തെർമൽ പവർ പ്ലാന്റ്സ്. ആൻഡ് ദെൻ 1.9% മാത്രമേ ഉള്ളൂ എന്ത്? വിൻഡ് എനർജി. കേരളത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലുള്ള സാധനമൊന്നുമില്ല, ജിയോ തെർമലില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിലവിൽ ടൈഡലും ഇല്ല എന്നുള്ളതുകൊണ്ട് വേറെ മേഖലയെ പറ്റിയിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. ഹൈഡ്രോയും തെർമലും സോളാറും വിൻഡും മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അതിൽ ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ടർ വിൻഡും ഏറ്റവും കൂടുതൽ ഹൈഡലുമാണ്. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് സോളാറാണ്. ഇത് ഈ വർഷത്തെ കണക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വാല്യൂസ് ഒന്ന് മനസ്സിൽ പിടിക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോഴോ 2022-23 കണക്കുമായിട്ടൊന്ന് താരതമ്യം ചെയ്യും. ഇതിൽ ഏറ്റവും ഏറിയ പങ്ക് കാണിച്ചിരിക്കുന്നത് 61.84% ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട്, ഒരു സംശയം വേണ്ട, അത് ഹൈഡ്രോ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈഡൽ അല്ലെങ്കിൽ ഹൈഡ്രോ, രണ്ടും ഒന്ന് തന്നെയാണ്. ജലവൈദ്യുത പദ്ധതി 61.84% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ വർഷം അത് 57.2 കുറഞ്ഞു. അതായത് ഊർജോൽപാദന മിക്സിൽ, എനർജി മിക്സിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റിൻ്റെ പെർസെൻറ്റേജ് 2022-23 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2023-24 കുറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫ്രം 61.84 ടു 57.2. അതുപോലെ രണ്ടാം സ്ഥാനം നിൽക്കുന്നതിനകത്ത് ഇവനാ 20.9%. അതാരാണ്? 20.9 സോളാർ തന്നെയാണ്. പക്ഷേ ഈ 2022-23 കാലഘട്ടത്തിൽ കേവലം 20.9% ആണ് ഉണ്ടായിരുന്നതെങ്കിൽ 23-24 അത് 26.9 എന്ന രീതിയിലുള്ളൊരു ഹ്യൂജ് ജമ്പ് നമുക്ക് കാണാൻ പറ്റി. ശരിയല്ലേ? ഒരു ഹ്യൂജ് ജമ്പ് കാണാൻ പറ്റി. മറ്റേ സെക്ടർ നോക്കുക, തെർമൽ പവർ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ 15.27% കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 14% എന്ന രീതിയിൽ. അതുപോലെ വിൻഡിൽ നിന്നുള്ള ഊർജ്ജം 2% പ്രൊഡ്യൂസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 1.9%. അത് മോറോർലെസ് ഓക്കെ, ശരി, മോറോർലെസ് ഒരുപോലെയാണെന്ന് പറയാം. അപ്പോൾ വിൻഡ് മാത്രമാണ് കൂടുതലും ഇല്ല കുറയലും ഇല്ല എന്ന രീതിയിൽ അങ്ങ് നിൽക്കുന്നതെന്ന് പറയാം. ബാക്കി ആശാമാരുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചത് കാണാൻ പറ്റി? സോളാറിനൊരു വർധനവും ഹൈഡ്രോയ്ക്കും തെർമലിനും റിഡക്ഷനും ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടു അല്ലേ? ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിച്ച് ആ ഒരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും
ഈ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് എന്ന് പറയുന്നതും റിന്യൂവബിൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെയും റിന്യൂവബിൾ സെക്ടറിൽ തന്നെ ആയിരുന്നു എന്ന കാര്യത്തിന് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ടോട്ടൽ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് സെക്ടർ, സെൻട്രൽ സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, അപ്പോൾ ഇതിൽ ഓരോ സെക്ടറും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സെക്ഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60.4% സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് സെക്ടറിൻ്റേതാണ്. 30.1% പ്രൈവറ്റ് സെക്ടറും 9.4%മാണ് സെൻട്രൽ സെക്ടർ കോൺട്രിബ്യൂഷൻ നമ്മുടെ സ്റ്റേറ്റിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. സ്റ്റേറ്റിലെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൂടുതൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും സ്റ്റേറ്റിൻ്റേതെന്ന രീതിയിലാണ്. സ്റ്റേറ്റ് സെക്ടറാണ്, 2 പ്രൈവറ്റ് സെക്ടറാണ്, 3 സെൻട്രൽ സെക്ടർ വരുന്നത് കേട്ടോ. 3 സെൻട്രൽ സെക്ടർ വരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ 2024 കണക്ക് പ്രകാരം, മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ജനറേഷൻ കപ്പാസിറ്റിയെ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. 1 തെർമൽ, 2 ഹൈഡ്രോ, 3 ന്യൂക്ലിയർ, 4 റിന്യൂവബിൾ. ഇത് ഇന്ത്യയിലെ കണക്കാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് കേരളത്തിലല്ല, ഇത് ഇന്ത്യയിലെ ജനറേറ്റിംഗ് കണക്കാണ്. ഇതിൽ അതുകൊണ്ടാണ് ഏറ്റവും മുൻപന്തിയിൽ വന്നിരിക്കുന്നത് തെർമൽ. കണ്ടോ, 55% ഓഫ് ദി എനർജി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഈസ് തെർമൽ. കേരളത്തിൽ അത് ഹൈഡ്രോയിൽ പോയി. കിട്ടിയ ഹൈഡ്രോയുടെ കാര്യത്തിൽ വരുമ്പോൾ കേവലം 10.6% ആണ് ഇന്ത്യയുടെ എനർജി ജനറേഷനെങ്കിൽ റിന്യൂവബിൾ സോഴ്സസ് ഉപയോഗിച്ചിട്ട് 32.5% ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഉപയോഗിച്ച് എനർജി ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനർജി റിന്യൂവബിൾ സോഴ്സസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. വ്യക്തമാണോ? അതിലും താഴെ പിന്നെ കേവലം 1.8% മാത്രമാണ് ഏത് രീതിയിൽ ന്യൂക്ലിയർ എനർജി ആയിട്ട് ഇന്ത്യയിലുള്ളത്. പിടികിട്ടിയോ? ഇന്ത്യയുടെ എനർജി മിക്സ് ഒന്ന് മനസ്സിലാക്കാൻ. അതുപോലെ ഇന്ത്യയിൽ സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ നോക്കിയാൽ മൊത്തത്തിൽ സെൻട്രൽ സെക്ടറിൻ്റെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 23.6% ഓക്കെ. അതായത് മൊത്തം പവർ പ്രൊജക്റ്റുകളുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വരുന്ന 23.6% കപ്പാസിറ്റി ജനറേഷൻ ഉള്ളത്. 24.4% പവർ പ്രൊഡക്ഷൻ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നതും സ്റ്റേറ്റിൻ്റെയാണ്, സ്റ്റേറ്റ് സെക്ടറിൻ്റെയാണ്. എന്നാൽ 52% പവർ ജനറേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ഊർജ്ജോൽപാദന രംഗത്ത് ഏറ്റവും കൂടുതൽ ജനറേഷൻ കപ്പാസിറ്റി പ്രൈവറ്റ് സെക്ടറിന് തന്നെയാണ്. 52% ഓഫ് ദി എനർജി പ്രൊഡക്ഷൻ പ്രൈവറ്റ് സെക്ടറിൻ്റെയാണ് കേട്ടോ. സെൻട്രൽ സെക്ടറിൻ്റേത് എന്ന രീതിയിൽ ഒരു 23.6-ഉം സ്റ്റേറ്റിൻ്റേത് 24.4-ഉമാണ്. 2ാം സ്ഥാനത്ത് സ്റ്റേറ്റ് ഉണ്ട്. കേരള ഈസ് among the 400 states in the State Energy Efficiency Index published by the Bureau of Energy Efficiency. BEE എന്ന് പറയും, Bureau of Energy Efficiency. നിങ്ങൾ ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു റേറ്റിംഗ് ഒക്കെ കാണാറുണ്ടാകും. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ 3 സ്റ്റാർ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപകരണങ്ങളാണ്. ഈ AC വാങ്ങുമ്പോഴോ TV വാങ്ങുമ്പോഴൊക്കെ കാണും ഇത് 5 സ്റ്റാർ AC ആണോ 3 സ്റ്റാർ AC ആണോ എന്നൊക്കെ നോക്കിയിട്ടാവും വാങ്ങുക. ഈ സ്റ്റാർ തരുന്നത് പൊതുവെ നമുക്ക് ഒരു ഇൻഡിക്കേഷനാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ടെക്നിക്കൽ ടേംസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ കൺഫ്യൂഷൻ ആക്കാണ്ട്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത വാല്യൂസും ടേംസും ഒന്നും പറയാതെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരാൾക്ക് പോയി കണ്ട് മനസ്സിലാക്കിയാൽ ഇതിലേത് നല്ലതാണ് എന്നത് വേർതിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു മിനിമൽ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ മാർക്കായി കൊടുത്തിരിക്കുന്നതാണ് ഈ പറയുന്ന സ്റ്റാർ റേറ്റിംഗ്. അപ്പോൾ ആ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് കൂടുതൽ സ്റ്റാറിൻ്റെ എണ്ണം എങ്കിൽ അർത്ഥം കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഉപകരണം എന്നാണ്, കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്നുള്ളതാണ്. എനർജിയുടെ കാര്യത്തിൽ മാത്രമാണ് 5 സ്റ്റാർ റേറ്റിംഗ് വേറെ ഒന്നിനെയും മാനദണ്ഡമല്ല, എനർജിയുടെ കാര്യത്തിൽ മാത്രം. 2 സ്റ്റാറുകളെങ്കിൽ എനർജി എഫിഷ്യൻസി കുറവാണ്, 3 ആണെങ്കിൽ കുറച്ചുകൂടി ഉണ്ട്, 4 ആണെങ്കിൽ കുറേ കൂടി ഉണ്ട് എനർജി എഫിഷ്യൻസി, 5 ആണെങ്കിൽ നല്ല എനർജി എഫിഷ്യൻ്റ് ആണ് എന്നൊക്കെ ഉള്ളൊരു മീനിങ്. അപ്പോൾ ആ ഒരു പിന്നെ ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പുറത്തുവിടുന്ന ഇൻഡെക്സാണ് സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ്, സ്റ്റേറ്റിൻ്റെ എനർജി എഫിഷ്യൻസി ഇൻഡെക്സ്. ആ ഒരു ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എന്തിലാണ്, കേരളം എന്തിലാണ് മുന്നിലാണ്. ദോ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ ഇമ്പോർട്ട് പവർ, the state could provide power for all on demand without imposing on restrictions such as load shedding or power cut. ഇത് നിലവിലെ സാഹചര്യം പറയുന്നത്. പണ്ട് ഉണ്ടായിരുന്നതൊക്കെ അല്ലേ,
ഒരു 5-10 വർഷം മുമ്പൊക്കെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ പവർ കട്ട്, ലോഡ് ഷെഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷാ കാലഘട്ടത്തിലൊക്കെ ഈ കറണ്ട് പോകുന്നതൊരു ഇടവേളയായി മാത്രം പരിഗണിച്ചിരുന്നതൊക്കെ ആൾക്കാരുണ്ട്. കൃത്യമായി നമുക്കറിയാവുന്നതുണ്ട്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പവർ കട്ട്, രാത്രി 8 to 8 കറണ്ട് കാണത്തില്ല, എല്ലാ വീട്ടിലും കാണത്തില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യമാണ്. പക്ഷേ ഇന്ന് ഈവൻ ദോ വി ആർ ഇമ്പോർട്ടിങ് പവർ ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓർ അതർ എൻറ്റിറ്റീസ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്ന് പറയുന്ന ഒരു ഡിമാൻഡിനെ കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒന്നും വേറെ ഇങ്ങനെ എടുക്കാറില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അത് ആക്ച്വലി നമ്മളൊരു എനർജി സെക്യൂരിറ്റീനെ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പറയാൻ പറ്റും. ദി പവർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ആർ ക്യാരിഡ് ഔട്ട് മെയിൻലി ത്രൂ 4 agencies, namely the Kerala State Electricity Board Limited, നമ്മുടെ KSEBയുടെ ലിമിറ്റഡ് കമ്പനി, ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി അനേർട്ട്, എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ ഉണ്ട് EMC. അനേർട്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ, പക്ഷേ ഇത് റൂറൽ ടെക്നോളജിയിലും ഓൾട്ടർനേറ്റ് എനർജി എന്നുള്ളതിനേക്കാൾ എനർജീൻ്റെ മാനേജ്മെൻറ്റിന്, എഫിഷ്യൻ്റായിട്ട് എനർജി ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം EMC എന്ന് പറയും, എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ. പിന്നുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഈ 4 സ്ഥാപനങ്ങളുമാണ് പ്രധാനമായും ഈ പവർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, റൈറ്റ്. പ്രൈമറി സോഴ്സ് ഹൈഡ്രോ പവർ ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് there has been a significant increase in variable and renewable energy sources such as solar and wind within the energy mix. ഇപ്പോൾ അതായത് കേരളത്തിൻ്റെ ഊർജ്ജോൽപാദനത്തിൽ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഈ വേരിയിങ് ആൻഡ് റിന്യൂവബിൾ എനർജി മിക്സ് എന്ന് പറയുന്ന, അല്ലെ സോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയെ നമ്മുടെ എനർജി മിക്സിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. The state has even made significant steps towards implementing various schemes and programs aimed at establishing resilient and renewable power transmission ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ശരിയല്ലേ? ഡിസ്ട്രിബ്യൂഷനും പവർ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ പവർ പ്രൊഡക്ഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള പല പല സ്കീമുകളും പ്രോഗ്രാമുകളും സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും കാണാൻ പറ്റും. അതുമാത്രമല്ലാണ്ട് in addition of critical infrastructure elements in the electrical network in 23-24 marked a major milestone in strengthening the state's ability to manage and sustain increased electrical demands, ensuring a more robust and reliable power supply system. ഈ ഡിമാൻഡ് സപ്ലൈ കൂട്ടിയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ സപ്ലൈ കൂട്ടിയിട്ടല്ലല്ലോ, പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടായി എന്നതിൽ മാത്രം കാര്യമില്ല. കൂടുതൽ ഉണ്ടാകുന്ന പ്രൊഡക്ഷന് കൃത്യമായിട്ട് എനിക്ക് ഹാർനസ് ചെയ്യാൻ പറ്റണം. ആ ഹാർനസ് ചെയ്ത് എനർജീനെ കൃത്യമായിട്ട് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റണം. അപ്പോൾ റിലയബിൾ ആയിട്ടുള്ളൊരു പവർ എന്ന രീതിയിലേക്ക് എങ്കിലേ എനിക്ക് അവനെ പറയാൻ പറ്റൂ. വിശ്വസനീയമായ, ആശ്രയിക്കാവുന്ന ഒരു ഊർജ്ജ സപ്ലൈ ഉള്ളൊരു സ്റ്റേറ്റ് ആണെന്ന് പറയണമെങ്കിൽ ആശ്രിതത്വം ഉറപ്പാക്കണം. അതിന് റിലയബിൾ ആയിരിക്കണം. അതിന് ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. ഊർജ്ജം കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കണം. ആ സ്റ്റോർ ചെയ്ത സാധനം കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കണം. വിതരണത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും അരുത്, അല്ലേ? ദ ഗ്രോത്ത് ഓഫ് ദ പവർ സെക്ടർ ഇൻ കേരള ഡ്യൂറിങ് ദി ലാസ്റ്റ് 3 years ഇസ് ഗിവൺ ബിലോ. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കഴിഞ്ഞ 3 വർഷത്തെ ഡേറ്റ ഒന്ന് പരിശോധിക്കാനായി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അതിനകത്ത് 2021-22 എന്ന സാമ്പത്തിക വർഷം മുതൽ 23-24 വരെയുള്ള വിവിധ ഡേറ്റാസ് കാണും. ജസ്റ്റ് ഒരു അനാലിസിസ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി നോക്കിയാൽ പോലും മെഗാവാട്ട്സിൽ 21-22 3145 ആയിരുന്നെങ്കിൽ 22-23 അത് 3514 23-24 അത് 3818 അതായത് 3818.82 മെഗാവാട്ട്സ് പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നത് ആനുവലിയാണ് ഇതിൻ്റെ വാല്യൂ പറയുക. പെർ ക്യാപിറ്റ കൺസപ്ഷൻ നോക്കുക. അതായത് ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്ന എനർജിയാണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ. ഇതിനകത്ത് ഈ പെർ ക്യാപിറ്റ കൺസപ്ഷൻ എന്ന് പറയുന്നത് 676 ആയിരുന്നു 21-22. 682 കൂടി 22-23 756 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് തന്നെയാണ് കേട്ടോ. 1 കിലോവാട്ട് അവർ തന്നെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, എസെൻഷ്യലി യൂണിറ്റ്. അപ്പോൾ ഒരാൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ്, അതാണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ. ഒരാളുടെ ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ കൺസപ്ഷൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. 756 യൂണിറ്റ് ആണ്. ഒരു വർഷത്തെ കൺസപ്ഷനെയാണ് ഈ പറയുന്നത്, ഒരു ദിവസത്തെ അല്ല, ഒരു മാസത്തെ അല്ല, അല്ലെങ്കിൽ 2 മാസത്തെ അല്ല. ഓക്കെ, സോ പെർ ക്യാപിറ്റ കൺസപ്ഷൻ എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്, കൂടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനർജി നമ്മൾ ഉപയോഗിക്കുന്നതിൽ എനർജി കൺസർവേഷൻ എന്നൊക്കെ പറയുമെങ്കിലേ ഇതിനകത്ത് എനർജി കൺസർവ് അല്ലല്ലോ ചെയ്യപ്പെടുന്നത്. എനർജി വീണ്ടും നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതെ, കാരണം നമ്മൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക, കൂടുതൽ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ പണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ അടിച്ച് പോയിക്കൊണ്ടിരുന്നവർ പോലും വാഹനങ്ങളിൽ പോലും ആൾക്കാരിന്ന് എന്ത് ഉപയോഗിക്കുന്നു,
വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ള ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡിമാൻഡ് കൂടും. അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച്, പണ്ട് സാധാരണ അനലോഗ് വാച്ചുകൾ ഉപയോഗിച്ചിരുന്നത് സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്നു. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇഷ്ടം മാതിരി. സോ എനർജി ഡിമാൻഡ് ഇസ് ആക്ച്വലി ഇൻക്രീസിങ് കേട്ടോ. അതിനകത്ത് കൺഫ്യൂഷനൊന്നും വരത്തില്ല. കൺസ്യൂമേഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. 114.2 ലക്ഷത്തിൽ നിന്ന് 138.6 ലക്ഷമായിട്ട് ഉയർന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം. പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നതിനകത്തും വർധനവ് കാണാൻ പറ്റും എന്നുള്ളതും നമുക്കിവിടെ നോക്കിയാൽ അറിയാം. കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? റൈറ്റ്. ഇതാണ് നമ്മുടെ പവർ സെക്ടറിൻ്റെ ഗ്രോത്തിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു comparative analysis from the last 3 years. The quantum of power which is available in the state is met from central stations, private generators, power exchangers, and also from internal sources including stations owned by KSEB, independent power producers, captive power plants and prosumers. അതായത് നമ്മുടെ നാട്ടിലെ എനർജി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പല മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. KSEBയുടെ തന്നെയുള്ള ഓൺ സ്റ്റേഷൻസിൻ്റെ ഉപയോഗം ഇവിടെ എടുക്കാറുണ്ട്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകളിൽ നിന്ന് എടുക്കുന്നു, പ്രോസ്യൂമേഴ്സിൽ നിന്ന് എടുക്കുന്നു. എന്താണ് ഈ ആശാന്മാർ? ഇതിൽ അവസാനം പറഞ്ഞ് രണ്ടുപേരും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇറ്റ് ഈസ് എ പവർ ജനറേഷൻ ഫെസിലിറ്റി ബിൽറ്റ് ബൈ എൻ ഇൻഡസ്ട്രി or a group of industries to meet their own energy needs, often to ensure a reliable, cost-effective and uninterrupted power supply independent of the public grid എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ക്യാപ്റ്റീവ് പവർ പ്ലാന്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന് കരുതുക. ആ ഫാക്ടറിയിൽ എനിക്ക് 24/7 പ്രൊഡക്ഷൻ നടക്കണം. അതുകൊണ്ട് പവർ സപ്ലൈ കട്ടാവാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ KSEBയിൽ നിന്നും വൈദ്യുതി വാങ്ങിയിട്ടാണ് എൻ്റെ ഈ ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ആ പബ്ലിക് നെറ്റ്വർക്ക് വിച്ച് ഇസ് എ പബ്ലിക് ഗ്രിഡ്, അതിനെ നമ്മൾ പബ്ലിക് ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. ആ പബ്ലിക് ഗ്രിഡിൽ എന്ത് തരത്തിലുള്ള ഡിസ്റപ്ഷൻ, നെറ്റ്വർക്ക് എനർജി ട്രാൻസ്ഫർ ഡിസ്റപ്ഷൻ സംഭവിച്ചാലും അതിനെ ബാധിക്കുമല്ലോ. അതെൻ്റെയും പ്ലാന്റിലേക്കുള്ള ഊർജ്ജ വിതരണത്തെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ നിൽക്കേണ്ടി വരും, വിച്ച് ഇസ് എ ഹ്യൂജ് ലോസ് ഫോർ മീ. അപ്പം അങ്ങനെയൊക്കെ പരിഗണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫാക്ടറികളും യൂണിറ്റുകളും ഒക്കെ ഒന്നുകിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഊർജ്ജോൽപാദനം അവർക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തും. അവർക്ക് പുറത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അവർക്ക് വേണ്ടി എന്ന രീതിയിൽ ഊർജ്ജോൽപാദനം നടക്കാം. സോളാറോ വിൻഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത്തരം പവർ പ്ലാന്റുകളെ നമ്മൾ ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അവർ ക്യാപ്റ്റീവ് ആയിരിക്കും. ഒരു ക്യാപ്റ്റിവിറ്റിക്ക് ഉള്ളിലായിരിക്കും. അവർക്ക് പുറത്തേക്കുള്ള കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു ഗ്രിഡ് കണക്ഷൻ ഇല്ല എങ്കിലും എനിക്ക് എൻ്റെ ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നൊരു കണ്ടീഷൻ. ഇതുപോലെ ഉള്ള മറ്റൊരു ടേമാണ് പ്രോസ്യൂമർ എന്ന് പറയുന്നത്. ഈ പ്രൊസ്യൂമറിനകത്ത് 2 വാക്കുകളുടെ അമാൽഗമേഷനാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് പ്രൊഡ്യൂസർ, ഒന്ന് പ്രൊഡ്യൂസർ, 2 കൺസ്യൂമർ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് പ്രോസ്യൂമർ ആകുന്നത്. പിടികിട്ടിയ പ്രൊഡ്യൂസർ പ്ലസ് കൺസ്യൂമർ രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? അത് പ്രൊസ്യൂമർ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ആരാ ഈ പറയുന്ന പ്രോസ്യൂമർ എന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് കാണും. അതായത് ഗ്രിഡിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഇയാൾ. എന്നാൽ ഇയാൾ ഊർജ്ജോൽപാദനം നടത്തുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൂഫ് ടോപ്പിലൊക്കെ സോളാർ വെച്ചിട്ട് ഉള്ള ആൾക്കാരൊക്കെ പ്രോസ്യൂമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നവരാണ്. അതായത് ഇവർ KSEBയുടെ കൺസ്യൂമേഴ്സ് ആണോ? തീർച്ചയായിട്ടും അതെ. ദേ കൺസ്യൂം ഇലക്ട്രിസിറ്റി ഫ്രം KSEB. ദാറ്റ് ഈസ് ട്രൂ. ഈവൻ ദോ അവരെന്തും ചെയ്യുന്നുണ്ട്, ദേ ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി ആസ് വെൽ, അല്ലേ? അവരവരുടെ വീട്ടിലെ സോളാർ പവർ പ്ലാന്റുകൾ ഉപയോഗിച്ച് എന്തും ക്രിയേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്ത് ആർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്? KSEBിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ബോത്ത് എ പ്രൊഡ്യൂസർ ആസ് വെൽ ആസ് എ കൺസ്യൂമർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പ്രോസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകളിൽ നിന്നും ഈ പ്രോസ്യൂമറുകളിൽ നിന്നും ഉൾപ്പെടെ നമ്മുടെ നാട്ടിലേക്കുള്ള എനർജി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലൈ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. The state's electricity demand is projected to grow at a CAGR, compounded average growth rate of 5.1% from ഈ പറയുന്ന 23-24 to 29-30. അതായത് 2030 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്യുമുലേറ്റീവ് ആവറേജ് ഗ്രോത്ത് റേറ്റ് 5.1% ആണെന്നുള്ളതാണ് എനർജി ഡിമാൻഡിൻ്റെ കാര്യത്തിൽ. ആൻഡ് ആസ് പെർ ദി ഫോർകാസ്റ്റ് ബൈ ദി 20th ഇലക്ട്രിക് പവർ സർവേ ഇന്ത്യ.
ഇന്ത്യയുടെ 20ാമത്തെ ഇലക്ട്രിക് പവർ സർവേ നടത്തിയ ഫോർകാസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ ഇത്രയും കാലത്തെ ഏറ്റവും ഉയർന്ന പവർ കൺസംപ്ഷൻ റിപ്പോർട്ട് ചെയ്തത് 2023-24 അതുവരെയുള്ള ഡേറ്റ എടുത്തിട്ടുള്ളത്. 24-25 ഡേറ്റ എടുത്തിട്ടില്ല. അത് വരുമ്പം മാറും. ഇതിൽ പീക്ക് ഡിമാൻഡ് വന്നിരിക്കുന്നത് 5301 മെഗാവാട്ട്സ് ആണ് 2023 മാർച്ച് 26. ഈ 2023 മാർച്ച് 26-ലുണ്ടായ ഈ ഒരു 5307 മെഗാവാട്ട്സിൻ്റെ ഡിമാൻഡ് അതിന് മുന്നത്തെ വർഷത്തെ പീക്ക് ഡിമാൻഡായ 4517 മെഗാവാട്ട്സിൽ നിന്നും 17.3% കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പീക്ക് ഡിമാൻഡ്, രണ്ട് പീക്ക് ഡിമാൻഡ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പീക്ക് ഡിമാൻഡിനേക്കാൾ ഇത്തവണത്തെ പീക്ക് ഡിമാൻഡിന് 17.3% കൂടുതലുണ്ടായിരുന്നു. മാർച്ചാണ് മാസം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കണക്ട് ചെയ്യാം. അപാരമായിട്ടുള്ള ചൂട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. ആ ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഭാഗമായിട്ടൊക്കെയാണ് കൂടുതൽ പവർ ആൾക്കാർ കൺസ്യൂം ചെയ്ത്, പർട്ടിക്കുലർലി എയർ കണ്ടീഷനിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട്. In 23-24, the morning peak demand was 4019 megawatts and the day peak demand was 4638. അല്ലേ, സ്വാഭാവികമാണ്. ഡേ ഡിമാൻഡ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ വരിക നൈറ്റ് ഡിമാൻഡിനേക്കാൾ. Kerala has 431 transmission substations with 14,724.2 circuit kilometers, having 26,365.7 million watt ampere total transformation capacity, of which 6 stations are owned by Power Grid Corporation of India. അതിൽ PGCIL, അതായത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള എത്ര സ്റ്റേഷൻസ് ഉണ്ട്? പവർ സ്റ്റേഷൻസ് ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ 431 ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻസും മറ്റുള്ളതിൽ 6 ആരുടെയാണ്? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റേതാണ് 2024 വരെയുള്ള കണക്ക് പ്രകാരം. അതിനുശേഷം വേണമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോജക്റ്റാണ് ട്രാൻസ്ഗ്രിഡ് 2.0. വലിയ കാര്യമൊന്നുമല്ല, എന്നിരുന്നാലും ദി ആംബിഷ്യസ് ട്രാൻസ്ഗ്രിഡ് 2.0 പ്രൊജക്ട് എയിംഡ് അറ്റ് എൻഹാൻസിങ് the transmission capacity for meeting future demands, improving reliability and quality of power transmitted and to reduce losses. രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതിനാണ് ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്ന, ഇപ്പോൾ ഈ ഗതിയിലാണ് എനർജി ഡിമാൻഡ്. നമ്മൾ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ പീക്ക് ഡിമാൻഡ് കഴിഞ്ഞ തവണത്തേക്ക് എടുത്തവണ ഒരു 17% കൂടുതലുണ്ടായി. കമ്മിങ് ഇയേഴ്സിൽ അത് വീണ്ടും കൂടും. അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 10-30 വർഷത്തേക്കെങ്കിലും ഈ പറയുന്ന ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് വി ആർ ഡെവലപ്പിംഗ് ഇൻ നേഷൻ. അതുകൊണ്ട് തന്നെ ആ വരാനിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യണം. എവിടെ? ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ബിൽഡിംഗ്. ഈ ഉണ്ടാക്കിയാൽ മാത്രം, ജനറേഷനിൽ കപ്പാസിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, ജനറേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് നമുക്ക് വേണം. അതിനാണ് ട്രാൻസ്ഗ്രിഡ് 2.0 പ്രധാന ലക്ഷ്യം. ആൻഡ് ഓൾസോ ടു റെഡ്യൂസ് ലോസസ്. അപ്പോൾ ഒന്ന്, ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് എന്താ പറയുക, മീറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്സ്. 2, ലോസസ് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ലോസസ് ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടം, എനർജി ലോസുകളിവിടെ പരമാവധി കുറച്ച് തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ദിസ് 12 സബ്സ്റ്റേഷൻസ് ടാർഗറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ഗ്രിഡ് 2.0, already 11 substations and 1,490 kilometers of extra high tension lines were already completed by 2023 March 31. 12 ട്രാൻസ്ഗ്രിഡ് 2.0 ആദ്യ പദ്ധതിയിൽ ഫസ്റ്റ് ഫേസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നതിൽ 11 ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് 23 വരെയുള്ള കണക്കിൽ. In 23-26, 6 new substations were completed, of which 4 stations were completed as part of ട്രാൻസ്ഗ്രിഡ് 2.0. അതിന് തൊട്ട് മുന്നത്തെ വർഷത്തിലൊരു 6 പുതിയ സബ്സ്റ്റേഷൻസ് നിർമ്മിച്ചതിൽ പോലും 4 ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്? ട്രാൻസ്ഗ്രിഡ് 2.0 പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കൺസംഷൻ്റെ ഒരു രീതി, ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ്, കൂടുതൽ പ്രൊഡക്ഷനും കപ്പാസിറ്റിയും, ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കൺസംഷൻ്റെ ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, the total number of consumers as of March 31, 2024 was 1,38,64,176, with 1,04,94,734 domestic and 26
1,14,838 കൊമേഴ്ഷ്യൽ യൂസേഴ്സ്. അതായത് ടോട്ടൽ യൂസേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തിൽ 75.7%. നിങ്ങൾ എണ്ണം പഠിക്കേണ്ട, പെർസെൻറ്റേജ് ഒന്ന് നോക്കിയാൽ അത് 75.7% ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആർ ആക്ച്വലി ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആൻഡ് 18.9% ഓഫ് ദി കൺസ്യൂമേഴ്സ് ആർ കൊമേഴ്ഷ്യൽ യൂസേഴ്സ്. ഇത്രയേ ഉള്ളൂ. കിട്ടിയ അത് നമ്മുടെ നാട്ടിൽ ഊർജ്ജം ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ 75.7% ഊർജ്ജവും കൊണ്ടുപോകുന്നത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്, അത് വീടുകളിലേക്കാണ്. 18.9% മാത്രമാണ് എവിടേക്ക് പോവുക, കൊമേഴ്ഷ്യൽ യൂസിന് പോകുന്നത്. ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് സെക്ടർ ടു കൺസപ്ഷൻ വാസ് 49.6% ആൻഡ് ദാറ്റ് ഓഫ് ദി കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് വാസ് 16.9%. ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കാറ്റഗറി which comes to just 1.1% of the total consumers was 26.6%. ഇതാണ് ഓക്കെ. ഇപ്പോൾ ഡൊമസ്റ്റിക് സെക്ടർ, അതായത് ഓരോ സെക്ടറിൻ്റെയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമല്ല, കൺസപ്ഷൻ്റെ എണ്ണം, കൺസപ്ഷൻ്റെ പെർസെൻറ്റേജ്, നമ്പർ ഓഫ് പിന്നെന്താ പറയുക കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ടല്ല. 75.7% വരുന്ന കൺസ്യൂമേഴ്സും ഡൊമസ്റ്റിക്കാണ്, 18.9% വരുന്ന കൺസ്യൂമേഴ്സും കൊമേഴ്ഷ്യലാണ് കേട്ടോ. അവിടെ യൂസേജിനല്ല പറയുന്നത്, അവർ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ യൂസേജ് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ കൺസപ്ഷൻ യൂസേജ് എന്ന് പറയുന്നത് 49.6% ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ സെക്ടറിൻ്റേത് 16.9% ആണ്. അതുപോലെ ആരുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റേത് 26.6%. എന്ത് കൺസപ്ഷൻ. അപ്പോൾ കൺസപ്ഷനും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ ഏത് തന്നെയാണ്, ഡൊമസ്റ്റിക് തന്നെയാണ്. 49.6% ഇസ് കൺസ്യൂമിങ് ബൈ ഡൊമസ്റ്റിക് സെക്ടർ. രണ്ടാം സ്ഥാനത്തുള്ളത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ സെക്ടർ എന്ന് നമ്മൾ എൻറ്റയർലി പറഞ്ഞില്ലേ, ആ എൻറ്റയർലി പറഞ്ഞ കൊമേഴ്ഷ്യൽ സെക്ടറിൻ്റെ 1.1% ഉള്ളൂ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് വരിക ഇൻഡസ്ട്രിയൽ സെക്ടർ. ആ 1.1% മാത്രം വരുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറാണ് 26.6% പവർ ആവശ്യപ്പെടുന്നതെന്ന് ആലോചിക്കുക. സ്വാഭാവികമാണ്, ഇൻഡസ്ട്രീസാണ്, വളരെയധികം ഊർജ്ജം ഡിമാൻഡ് ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും ഇഷ്ടം പോലെ, അല്ലേ, ഹെവി ലൈൻസ് ആണ് അവിടെ വരിക. സോ കൂടുതൽ കൺസപ്ഷൻ എന്തായാലും ഉണ്ടാകും. ഓക്കെ, റൈറ്റ്. ദി ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ഇൻ കേരള ഹാസ് ഇൻക്രീസ്ഡ് ടു 28,360.2 million units, including the open access consumption and excluding the consumption against captive generation. Captive generation എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ട് പറയുന്നതാണ് 28,360.25 million യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ഉണ്ടായെന്നുള്ളത് 23-24. ഇത് തൊട്ട് മുന്നത്തെ വർഷം 25,383 million യൂണിറ്റ്സ് ആയിരുന്നു പ്രൊഡക്ഷൻ. അത് ഇത്രയുമായിട്ട് വർദ്ധിച്ചു. എത്ര? 28,360.25 million യൂണിറ്റ്സ് ആയിട്ട് വർദ്ധിച്ചു. നമുക്ക് ഈ ഡേറ്റ 23-24 ഡേറ്റയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് സർവേയിലും മറ്റും തന്നിരിക്കുന്നത്. സോ ഈ ഡേറ്റ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതിയാവും. 24-25 ഡേറ്റ മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ. So this is an increase of 11.7%. This unusual increase in power consumption was because of the severe summer faced by the state. അല്ലേ, 23-24 നോക്കി കഴിഞ്ഞാൽ സമ്മർ എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു, അല്ലേ, അതിഭയങ്കരമായ സമ്മർ നമ്മൾ നേരിട്ടതാണെന്നുള്ളതാണ്. ഇനി ചില സ്കീമുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അംഗൻ ജ്യോതി. ഇപ്പോൾ അംഗൻ ജ്യോതി എന്ന പേര് തന്നെയുണ്ട്. ഇറ്റ് ഈസ് എ പ്രൊജക്റ്റ് ടു മേക്ക് അംഗൻവാഡീസ് ഇൻ ദ സ്റ്റേറ്റ് ഫുള്ളി എനർജി എഫിഷ്യൻറ്റ്. സ്റ്റേറ്റിലെ അംഗൻവാടികൾ അങ്ങേയറ്റം എനർജി എഫിഷ്യൻ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അംഗൻ ജ്യോതി. ട്രാൻസ്ഗ്രിഡ് 2.0 നമ്മൾ ഓൾറെഡി എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതെന്ന രീതിയിൽ നടത്തുന്ന പിന്നെ സ്കീംസ് നോക്കുകയാണെങ്കിൽ ഒന്ന് നിലാവ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് പറയാം. അപ്പോൾ നിലാവ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, രാത്രികാലങ്ങളിൽ നമുക്ക് ചന്ദ്രനാണ് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രകാശം തരുന്നതെങ്കിൽ അത് ആർട്ടിഫിഷ്യലി തരുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളാണ് നമ്മുടെ, അല്ലേ. ഇപ്പോൾ റോഡിലൂടെ പുറത്ത് നിരത്തിലൂടെ നടക്കുമ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമാണ് നിലാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ വോയിസ് ബ്ലാസ്റ്റ്. വോയിസ് ബ്ലാസ്റ്റ് ഇസ് എൻ ഓട്ടോമേറ്റഡ് വോയിസ് കോൾ ബാക്ക് ഫെസിലിറ്റി ടു പ്രൊവൈഡ് ഡിസ്കണക്ഷൻ അലേർട്ട് ടു കൺസ്യൂമേഴ്സ് 1 day ബിഫോർ ദർ ഡിസ്കണക്ഷൻ ഡേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ നിങ്ങൾക്കുള്ള വൈദ്യുതി സപ്ലൈ വിച്ഛേദിക്കാനായിട്ട് KSEB തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു കോൾ ബാക്ക് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കോൾ കിട്ടും, അവർ ഇൻറ്റിമേഷൻ ചെയ്തുകൊണ്ടുള്ളൊരു കോൾ, അതിനാണ് വോയിസ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ KE മാപ്പ് എന്ന് പറയുന്നത് കേരള ഇ മൊബിലിറ്റി ആപ്പ് എന്നതാണ്. KEM ആപ്പ്, അല്ലേ, KEM ആപ്പ്, KE മാപ്പ്.
അതെന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിൽ ഇ മൊബിലിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്ന സ്ഥിതിക്ക് അത് ഇ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മൊബിലിറ്റി മീൻസ് അതിനെ ചാർജ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, EV ചാർജിങ് സ്റ്റേഷൻസൊക്കെ അത് മാനേജ് ചെയ്യാം. നമ്മൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച അനേർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റി, അതിൻ്റെ ചില പ്രോജക്റ്റുകളെ പറ്റി ഒന്ന് നോക്കാം. ഒന്ന് ഗ്രീൻ ഇൻകം പ്രൊജക്റ്റ്. അതാണ് ഗ്രീൻ ഇൻകം പ്രൊജക്റ്റ് which is envisaged to provide subsidized grid-connected solar power plants to economically weaker families. എന്താണ് ഗ്രീൻ ഇൻകം പ്രൊജക്റ്റ്? It is envisaged to provide subsidized grid-connected solar powers. ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ള സോളാർ പവറിനെ സബ്സിഡൈസ്ഡ് നിരക്കിൽ വീക്കർ ഫാമിലീസിന് കൊടുക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇൻകം പ്രൊജക്റ്റ്. അതുപോലെ സോളാർ ഇലക്ട്രിഫിക്കേഷൻ ഫോർ അൺഇലക്ട്രിഫൈഡ് ട്രൈബൽ ഹാംലെറ്റ്സ്. പിന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, റെസ്കോ. Install solar power plants in 4 institutions under the Kerala Agricultural University under RESCO project. RESCO project Agricultural University 4 ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായിട്ട് 600 കിലോവാട്ട് കപ്പാസിറ്റിയിൽ സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ EMCയുടെ കീഴിൽ വരുന്ന ഇനിഷ്യേറ്റീവുകളിലൊന്നും നമുക്ക് പറയാൻ പറ്റും. സ്ട്രീറ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഫോർ റൂറൽ ഓൺട്രപ്രന്യൂഴ്സ് ത്രൂ ഇലക്ട്രിക് സൈക്കിൾ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ? ഇലക്ട്രിക് സൈക്കിളുകൾ ഉപയോഗിച്ച്. എ പ്രൊജക്ട് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇലക്ട്രിക് ബൈസിക്കിൾസ് ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ റൂറൽ. പർട്ടിക്കുലർലി നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? എന്താ, വിമൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിലുള്ള വിമൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ അവരുടെ മൊബിലൈസേഷൻ വർദ്ധിപ്പിക്കുക. എങ്ങനെ മൊബിലൈസേഷൻ വർദ്ധിക്കുമ്പോൾ അവർക്ക് യാത്രാ സൗകര്യം കൊടുക്കണം. അതെന്ത് തരത്തിലുള്ള യാത്രാ സൗകര്യം? ഇലക്ട്രിക് സൈക്കിൾസ് എന്ന രീതിയിലുള്ള യാത്രാ സൗകര്യം. അത് പ്രകൃതിയെ ഹാം ചെയ്യാണ്ട്, പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എനർജി ക്ലബ്ബ്, സ്കൂളുകളിലൊക്കെ EMC എനർജി ക്ലബ്ബുകൾ ആരംഭിക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലുമൊക്കെ ഈ എനർജി ക്ലബ്ബുകൾ ആരംഭിക്കാൻ സ്കൂളുകളെ എൻകറേജ് ചെയ്യുന്നു. അതിലേക്ക് കുട്ടികളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ കുട്ടികളുടെ മനസ്സിലൊരു എനർജി എഫിഷ്യൻസി ഉൾപ്പെടെയുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ എനർജി എഫിഷ്യൻറ്റ് മൈൻഡ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലബിൻ്റെ ഭാഗമായി നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നാളെ കുട്ടികളാണ് ഊർജ്ജം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഉപയോഗ സാഹചര്യങ്ങളിൽ അവർ ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ചാൽ കേവലം വെറുതെ പാഴായി പോകുന്ന ഊർജ്ജത്തെയെങ്കിലും സംരക്ഷിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അതുപോലെ 3 സെൻറ്റർ ഫോർ എനർജി സ്റ്റഡീസ് എന്ന രീതിയിൽ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ സ്റ്റേറ്റ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സെൻറ്റർ ഫോർ എനർജി സ്റ്റഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഇൻ ദ സ്റ്റേറ്റ് വിത്ത് an aim to shape the idea of young minds in technical institutions across Kerala, fostering a collaborative ecosystem for transformative energy solutions. അല്ലേ? അപ്പോൾ നമുക്കിനി ഡിമാൻഡ് ഒരുപാട് വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് യങ് മൈൻഡ്സിനെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റർ ഫോർ എനർജി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി പരിഗണിക്കുന്നുണ്ട് നമ്മുടെ EMC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു എനർജി സെക്ടറിൻ്റെ ഒരു അനാലിസിസ് എന്ന പോലെ നമ്മൾ നടത്തേണ്ടിയിരുന്നത്. കുറേ ഇതിനകത്ത് എക്കണോമിക് പെർസ്പെക്റ്റീവിൽ എത്രത്തോളം കൺസപ്ഷൻ, എത്രത്തോളം നമ്മുടെ പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു എനർജി മിക്സും ഓരോ സെക്ടോറൽ കോൺട്രിബ്യൂഷനും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ സഹകാരി PSCയുടെ ടെലഗ്രാം ചാനൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതിൽ അപ്ഡേറ്റുകളും ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും പോലുള്ള കാര്യങ്ങൾ, കറണ്ട് അഫെയർസ് പോലുള്ള കാര്യങ്ങളൊക്കെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് ആ ചാനലിൽ നിന്നും കിട്ടുകയും കൂടി ചെയ്യും കേട്ടോ. സോ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ PSC@സഹകാരി എന്ന ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് സെർച്ച് ചെയ്ത് അതിലും അംഗങ്ങളാകാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു സെഷൻ തരുന്നത് ഡിഗ്രി മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സിമിലർ കേസിൽ അടുത്തിനി ഇഷ്ടം മാതിരി ഡിഗ്രി ലെവൽ എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാഥമിക പരീക്ഷകൾ, പ്രിലിംസ് എക്സാമിനേഷൻസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരാനിരിക്കുന്ന പ്രിലിമിനറി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സഹകാരി PSC ഓൾറെഡി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ. സോ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ പോലും സഹകാരിയുമായിട്ട് അല്ലെങ്കിൽ സഹകാരി PSCയുമായിട്ട് ബന്ധപ്പെടുക, കൂടുതൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ അനാലിസിസോടുകൂടി
നിങ്ങൾ ജോയിൻ ചെയ്ത് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചൊക്കെ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കും അധികം വൈകാണ്ട് ഒരുപാട് സമയമെടുക്കാണ്ട് PSC വഴി ഒരു ജോലി നേടിയെടുക്കാനുള്ള സാധ്യത വിരളമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു സെഷൻ നമ്മൾ ഇനിയും കണ്ടുമുട്ടും, ഇനിയും വരാനിരിക്കുന്ന സെഷനുകളായിട്ട് നമ്മൾ കാണും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട MCQs ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതും ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്